മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണ്ണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണ്ണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. മനോഹരവും ഊഷ്മളവുമായ മധ്യാഹ്നം നേരുന്നു. ആദരണീയനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, ചാലക്കുടി മോഡൽ ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിലെ അധ്യാപിക രമണി രാജ് ടീച്ചർ, നന്ദി പ്രകാശിപ്പിച്ച് സംസാരിക്കുന്ന CS ആൻഡ് IT വിഭാഗം അസോസിയേറ്റ് HOD രഞ്ജി സർ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ജയകുമാർ സർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലാകാരികളായിട്ടുള്ള റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ട്രൈബൽ ജനത എന്നുള്ളത് കേരളത്തിലെ ആദിമ നിവാസികൾ, കലാപരമായും സാംസ്കാരികമായും ഏറെ ഉന്നതിയിൽ നിൽക്കുന്നവർ. സ്വാതന്ത്ര്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ട്രൈബൽ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുടെ ചരിത്രം ഒരു അവിസ്മരണീയമായ ഏടായി നിലനിൽക്കുന്നു. കേരളത്തിലെ ആദിവാസി നേതാക്കന്മാരായിട്ടുള്ള തലക്കൽ ചന്തുവിനെയും രാമൻ തമ്പിയെയും ഒക്കെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. വൈദേശികാധിപത്യ ചൂഷണത്തിനെതിരായി ഗറില്ല യുദ്ധമുറകളിലൂടെ പോരാടിയ ജാർഖണ്ഡ് സ്വദേശിയായ ധീര ദേശാഭിമാനിയാണ് മിർസ മുണ്ട. വെറും 25 വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് വിദേശികൾക്കെതിരെ പോരാടി തൻ്റെതായ ഒരു അടയാളം ചരിത്രത്തിൽ രേഖപ്പെടുത്തിപ്പോയ ധീര ദേശാഭിമാനി. അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മവാർഷികം ജൻജാതീയ ഗൗരവ് ദിനമായി ആചരിക്കുന്നു ഇന്ന് സഹൃദയ കോളേജിലും. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ സന്തോഷപൂർവ്വം കടക്കട്ടെ. പരിപാടിയുടെ ഉദ്ഘാടകനും തികഞ്ഞ ചരിത്രാവബോധവും സാംസ്കാരിക പഠന തൽപരതയും ചിന്താശേഷി കൊണ്ട് അങ്ങേയറ്റം ഉയർന്നിൽക്കുകയും ചെയ്യുന്ന സഹൃദയുടെ തേരാളി ഡേവിസ് അച്ഛനെ ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ പ്രോത്സാഹനവും മാർഗനിർദ്ദേശങ്ങളും നൽകിയ നമ്മുടെ പ്രിൻസിപ്പൽ ജോയ് സാറിനെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.
നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ കരുണ മിസ് വേദിയിലില്ല എങ്കിൽ കൂടെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ വേറിട്ട പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന് നിഷ്കർഷിക്കുകയും എല്ലാവിധ പ്രോത്സാഹനവും നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കരുണ മിസ്സിന് ഹൃദയപൂർവമായ സ്വാഗതം. അതോടൊപ്പം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് വിദ്യാർത്ഥികളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന രമണി രാജ് ടീച്ചർക്ക് സഹൃദയ കോളേജിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്ന NSS പ്രോഗ്രാം കോർഡിനേറ്റർ ജയകുമാർ സാറിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യട്ടെ. നന്ദി അർപ്പിച്ച് സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള രഞ്ജി സാറിനും നന്ദി. അതോടൊപ്പം തന്നെ അനധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പരിപാടിയിലേക്ക് സുസ്വാഗതം. ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. മനസ്സ് നന്നാവട്ടെ. ഏറെ സ്നേഹജനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാട്, ട്രൈബൽ സ്കൂളിൻ്റെ വിദ്യാർത്ഥികളുമായി നമ്മുടെ ക്യാമ്പസിൽ എത്തിച്ചേർന്നിരിക്കുന്ന ട്രൈബൽ സ്കൂൾ ടീച്ചറായിട്ടുള്ള നമ്മുടെ രമണി ടീച്ചർ, നമുക്ക് സ്വാഗതാശംസിച്ച സപ്തസദസ്സിൻ്റെ കൺവീനറും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുമായിട്ടുള്ള ഷിജി മിസ്, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജ് ആയിട്ടുള്ള നമ്മുടെ രഞ്ജിത്ത് സാർ, NSS പ്രോഗ്രാം ഓഫീസർ ജയകുമാർ സാർ, ക്രിസ്റ്റോഫർ സാർ, എൻ്റെ ഏറെ സ്നേഹമുള്ള NSS വളണ്ടിയേഴ്സ്, ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ ട്രൈബൽ പ്രൈഡ് ഡേ അല്ലെങ്കിൽ ജൻജാതീയ ഗൗരവ് ദിവസ്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദേശീയ ആദിവാസി അഭിമാന ദിനം എന്ന് പറയുന്നൊരു ദിനം നമ്മളിവിടെ ആചരിക്കുകയാണ്, നമ്മൾ ആഘോഷിക്കുകയാണ്. എന്തിനാണ് ദിനം നമ്മൾ ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആദിവാസി സമൂഹത്തിൻ്റെ സമ്പന്നമായ ആചാരങ്ങളെയും സംസ്കാരത്തെയും ആദരിക്കുകയും അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മഹത്വം ഓർക്കുന്നതുമായൊരു ദിവസമായിട്ടാണ് നാം ദേശീയ ആദിവാസി അഭിമാന ദിനം ആചരിക്കുന്നത്. ഈ ദിവസം നാം ആദിവാസി സമൂഹത്തിൻ്റെ സംഭാവനകളെ അംഗീകരിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് കരുത്ത് നൽകുകയും ചെയ്യണം. ഈ സുദിനം അവരോടുള്ള സ്നേഹവും ഐക്യവും ശക്തിപ്പെടുത്താനുള്ള അവസരമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ദിനം ആചരിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് NSS അതുപോലെ തന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റും കൂടി സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരുടെ പ്രോഗ്രാമിന് ഓർഗനൈസ് ചെയ്ത ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ NSS ഓർഗനൈസേഷനും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ രഞ്ജി സാർ, ഇവിടെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് കോളേജിൻ്റെ പേരിലുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന ദിവസം നമ്മൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ബ്രിട്ടീഷ് അധിനിവേശനത്തിനെതിരെ ആദിവാസികളെ സംഘടിപ്പിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്ത നിങ്ങളിൽ ഒരുവനായ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം, 1875 ജനിച്ച് 1900 തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ വളരെ ചെറുപ്രായത്തിൽ 25 വയസ്സ് മാത്രമാണ് ഈ ഭൂമിയിൽ അദ്ദേഹം, ഈ പറഞ്ഞ വ്യക്തി ആര്, നമ്മുടെ ഭഗവാൻ ബിർസ മുണ്ട എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചത്. എങ്കിലും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി തൻ്റെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷ് ജനതയ്ക്കെതിരെ പോരാടുകയും നമുക്ക് കൃത്യമായ മാർഗനിർദ്ദേശവും നമ്മുടെ ലക്ഷ്യബോധം നമ്മൾ എന്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചാലക്കുടി ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ആദിവാസി സമൂഹത്തിൻ്റെ കലാപാരമ്പര്യങ്ങളെ പറ്റി നമുക്ക് കൃത്യമായ പരിപാടികൾ അവതരിപ്പിക്കും. നിങ്ങളെനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ, സഹോദരികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം പറയണം. ഓരോ പരിപാടി കഴിയുമ്പോൾ കൈയടിക്കാൻ പറയാൻ ഇടവരരുത്. അത് കണ്ടറിഞ്ഞ് തന്നെ നമ്മുടെ അനിയത്തിമാരോട് ഉള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണം. അവർ നമ്മുടെ കോളേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരേറെ ആദരപൂർവ്വം നിങ്ങൾ ബഹുമാനിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട്
നിങ്ങളെല്ലാ വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി നമ്മുടെ ചാലക്കുടി ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവിടെ എല്ലാ പരിപാടികളും നിങ്ങൾ ഏറെ സന്തോഷപൂർവ്വം നിറഞ്ഞ കൈയോടുകൂടി സ്വാഗതം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ജനജാതീയ ഗൗരവ് ദിവസത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ വിളിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹാദരണീയനായ ജോയ് സർ, ചാലക്കുടി ഗവൺമെൻറ് റെസിഡൻഷ്യൽ സ്കൂളിലെ മലയാള അധ്യാപികയായ രമണി ടീച്ചർ, ഡോക്ടർ കരുണ കെ വൈസ് പ്രിൻസിപ്പൽ, മിസ്റ്റർ രഞ്ജിത്ത്, മിസ്റ്റർ ഷിജി വി കെ, ജയകുമാർ സാർ, NSS വോളണ്ടിയേഴ്സ്, ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഇന്ന് നമ്മൾ ജനജാതീയ ഗൗരവ് ദിവസത്തിൻ്റെ ഒരു ഒബ്സർവൻസ്, ഒരു ആചരണ ദിനമായിട്ട് കൊണ്ടാടുകയാണ്. നമുക്കധികം പരിചയമില്ലാത്ത ഒരു ദിനാചരണമാണ്. ഞാൻ രമണി ടീച്ചറോട് സംസാരിക്കുകയായിരുന്നു. 2021 മുതലാണ് നമ്മളിത് ഇങ്ങനെ കോളേജുകളിലും പല സ്ഥാപനങ്ങളിലും നമ്മളിങ്ങനെ ഈ ആചരണം കൊണ്ടാടുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് തന്നെ ബിർസ മുണ്ട എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 150ാം ജന്മവാർഷികത്തിൽ ഇത് വളരെ സഗൗരവത്തോടുകൂടെ NSSന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ കോളേജിൽ ആചരിക്കുമ്പോൾ എന്തുമാത്രം പ്രാധാന്യം നമ്മൾ ഗോത്രവർഗക്കാരായിട്ടുള്ള ഗിരിവർഗക്കാരായിട്ടുള്ളവർക്ക് നൽകുന്നു, നമ്മൾ എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു. നമുക്കറിയാം, നമ്മുടെ NSS യൂണിറ്റ് നമ്മുടെ ശാസ്താംഭവം എന്ന് പറയുന്ന ട്രൈബൽ കോളനി ദത്തെടുത്ത് അവിടെ പല പ്രാവശ്യവും നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പലരും അവിടെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനും ഒരു 2-3 പ്രാവശ്യമായിട്ട് നിങ്ങളോടൊപ്പം മുമ്പത്തെ സീനിയേഴ്സിൻ്റെ ഒപ്പം പോയിട്ടുണ്ട്. നമുക്ക് ഒത്തിരിയേറെ ഇവരായിട്ട് സംസർഗം അല്ലെങ്കിൽ ഇവരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ നാടിനെ സ്വന്തമാക്കിയവരവരാണ്. ഈ നാടിൻ്റെ മക്കൾ എന്ന് പറയുന്നത് അവരാണ്. ഏകദേശം 35ഓളം ഗോത്രവർഗ വിഭാഗങ്ങളുണ്ട്. പണിയരുണ്ട്, ഇരുളരുണ്ട്, കാടരുണ്ട്, മലയരുണ്ട്, ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള. നാഞ്ചിയമ്മ അട്ടപ്പാടി, നാഞ്ചിയമ്മയുടെ പാട്ട് നിങ്ങൾക്കറിയാം. അയ്യപ്പനും കോശിയിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നാഞ്ചിയമ്മ ഇരുളർ വിഭാഗത്തിൽ പെടുന്ന നല്ല ഒരു സംഗീതജ്ഞയാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ നല്ല കഴിവുകളുള്ളവരും ഒപ്പം തന്നെ നാടിനെ തൊട്ടറിയുന്നവരും. നമ്മൾ ശാസ്താംഭവത്ത് ചെന്ന് കഴിഞ്ഞാൽ കാടരുടെ വിഭാഗമുണ്ട്, മലയരുടെ വിഭാഗമുണ്ട്. 2 വിഭാഗക്കാരുണ്ട് അവിടെ. അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറൊക്കെ ആയിട്ട് നമ്മൾ നിരന്തരം സമ്പർക്കത്തിലുള്ള ഒരു എന്താ പറയുക പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കുക. ഈ അവസരത്തിൽ ഈ ഒരു ബിർസ മുണ്ടയുടെ 150ാം ജന്മദിന വാർഷികം കൊണ്ടാടുമ്പോൾ ജനജാതീയ ഗൗരവ ദിവസ് ഏറ്റവും മനോഹരമാക്കാനായിട്ട് നമ്മളെ സഹായിക്കാൻ എത്തിയിരിക്കുന്ന ചാലക്കുടി ഗവൺമെൻറ് റെസിഡൻഷ്യൽ സ്കൂളിലെ വിവിധങ്ങളായിട്ടുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10ഓളം ഗോത്രവർഗത്തിൽപ്പെടുന്നവർ അവിടെ താമസിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ അവിടെ ഈ ശാസ്താംഭവത്തിലുള്ള ഏതാനും കുട്ടികളെ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവർ ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും നമ്മൾ പരിചയപ്പെടുന്നുള്ള നമ്മൾ അറിവ് നേടുകയാണ് അല്ലേ. ശാസ്താംഭവത്ത് ചെന്നപ്പോഴാണ് ഞാൻ കുറേയും കൂടി ഇവരുടെ ആ ഒരു ഇൻറ്റീരിയർ ലൈഫ് സിസ്റ്റം കാടരൊക്കെ പറഞ്ഞ് അവർ പറയുന്നത് അവർ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 3 മാസം 4 മാസം ചിലപ്പോൾ 6 മാസം ഇങ്ങനെയൊക്കെ അവർ കാടിൻ്റെ ഉള്ളിൽ തന്നെ മരത്തിൻ്റെയോ ഗുഹയുടെ ഉള്ളിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലോ കുടിലൊക്കെ കെട്ടി അവരിങ്ങനെ താമസിക്കുന്നൊരു സിസ്റ്റമാണ്. അവിടെയുള്ള തേനും വനവിഭവങ്ങളും ഒക്കെ ശേഖരിച്ചും അതുപോലെ തന്നെ സസ്യങ്ങൾ, മരുന്നുകൾ അവരൊക്കെ നമ്മുടെ ഈ കൊടകര സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വീക്കെൻഡിലും വരുമ്പോൾ അവർ ഇവിടെ വന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. കൊടകര സെൻറ്ററിലുണ്ട് കോടാലി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നമുക്ക് ഇവരിങ്ങനെ വിൽപ്പനയ്ക്ക് സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും.
അവർ ആ സമയത്ത് വരുള്ളൂ. ചിലപ്പോൾ അവർ ഒരു 3-4 മാസമൊക്കെ അവിടെ താമസിച്ച് ഈ വനവിഭവങ്ങളെ കൊണ്ടുവന്ന് നല്ല കാട്ടുതേൻ, അങ്ങനെ അതുപോലെ തന്നെ മറ്റുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അപ്പം നമ്മളുടെ എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു ഒരു സൈഡിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു വനമേഖലയെ സംരക്ഷിക്കുന്ന ഇവരുടെ സാന്നിധ്യവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംസ്കാരത്തിലേക്ക് ഒരുപാട് സ്വാധീനത്തോടുകൂടെ ഇപ്പോൾ ഒരു കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് ഗവൺമെൻറ് പലവിധ സംവിധാനങ്ങളിലൂടെയും നമ്മുടെ ഈ ഗോത്ര വിഭാഗങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ പരിപാടികൾക്കൊപ്പം നമുക്കും ചേരാം. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഇന്നത്തെ ദിവസം അതൊരു മനോഹരം, നല്ലൊരു സഹകരണം നമ്മളെപ്പോഴും കാഴ്ചവെക്കും. ഇവിടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ നന്നായി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ടൊരു നല്ല മനസ്സ്, നല്ലൊരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജനജാതീയ ഗൗരവ ദിവസത്തിൻ്റെ ഒബ്സർവൻസ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദിവാസി ഗോത്ര നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബിർസ മുണ്ടയുടെ ജന്മദിനമാണ് ജനജാതീയ ഗൗരവ് ദിനമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആചരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി നവംബർ 15-നാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അന്ന് തൊട്ട് ഒരു ആഴ്ചയാണ്, ഒരു വാരമാണ് ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മുടെ സഹൃദയ കോളേജിലെ NSS യൂണിറ്റും ഹിസ്റ്ററി വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ജനജാതീയ ഗൗരവ് വാരാചരണ സമാപന ദിനത്തിലേക്ക് MRS ചാലക്കുടിയിലെ കൂട്ടുകാരെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എന്താണ് MRS ചാലക്കുടി? ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, ഇതാണ് പൂർണ്ണമായ പേര്. ചാലക്കുടിയിലെ നായരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്, കോടശ്ശേരി മലയുടെ താഴ്വരയിൽ ഒരു കുന്നിൻ്റെ മുകളിൽ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ താമസിച്ച് പഠിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 35ഓളം ഗോത്ര വിഭാഗങ്ങളുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഈ സമുദായത്തിൽ നിന്നുള്ള കുട്ടികളാണ് ഭൂരിഭാഗവും അവിടെ പഠിച്ചു വരുന്നത്. അതിൽ ഇരുള വിഭാഗം, പണിയ വിഭാഗം, മലയ, കുറുമ്പ, കാടർ, മന്നാൻ തുടങ്ങിയ വിഭാഗത്തിലെ കുട്ടികളാണ് കൂടുതലും. 1991 സാമ്പത്തിക വർഷത്തിലാണ് ആശ്രമം പദ്ധതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ആശ്രമം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ MRSകൾ രൂപം കൊള്ളുന്നത്. 1998 MRS ആദ്യമായി ചാലക്കുടി MRS ആദ്യമായി പ്രവർത്തനം തുടങ്ങിയത്. അത് ചാലക്കുടി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു അതിൻ്റെ തുടക്കം കുറിച്ചത്. അതിനുശേഷം ഇപ്പോൾ നായരങ്ങാടിയിൽ 2005-2006 അധ്യയന വർഷത്തിലാണ് പ്രവർത്തനം തുടങ്ങിയത്. ഇതിൽ 5-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു പൊതുപരീക്ഷയിലൂടെയാണ് അഡ്മിഷൻ നടത്തുന്നത്. അങ്ങനെ 5-ാം ക്ലാസ് അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് 10-ാം ക്ലാസ് വരെ സൗജന്യമായ വിദ്യാഭ്യാസമാണ്. പബ്ലിക് സ്കൂൾ മാതൃകയിലുള്ള വിദ്യാഭ്യാസമാണ് അവിടെ നൽകി വരുന്നത്. എല്ലാം സൗജന്യമാണ്. പിന്നെ +1 +2 അത് +1 MRS ഏകജാലക രീതിയാണ്. MRSലേക്ക് മാത്രം ഓപ്ഷൻ വെക്കണം, എന്നാലാണ് അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. മികച്ച പഠന നിലവാരം ഇതുവരെ പുലർത്തി വരുന്നു, തുടർച്ചയായിട്ട് 100%. കഴിഞ്ഞ വർഷം 35 കുട്ടികൾ, ഒരു ബാച്ചേ ഉള്ളൂ. എല്ലാ ക്ലാസ്സിലും 5-ൽ ഒരു ബാച്ച്, അങ്ങനെ 10-ാം ക്ലാസ് വരെ ഒരു ബാച്ച്,
35 കുട്ടികൾക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അതിൽ 35 കുട്ടികൾ SSLC പരീക്ഷ എഴുതി, 4 കുട്ടികൾക്ക് ഫുൾ A+, 100%. +2 9 കുട്ടികൾക്ക് ഫുൾ A+, 100% വിജയം. അതാണ് ഞങ്ങളുടെ അക്കാദമിക് നിലവാരം. ക്ലാസ് തുടങ്ങുന്നത് രാവിലെ യോഗയോടുകൂടിയാണ് ഒരു ദിവസം ആരംഭിക്കുക. അതിനുശേഷം 8:15 ക്ലാസ് ആരംഭിക്കും. 8 പീരീഡ് 35-40 മിനിറ്റുള്ള 8 പീരീഡ് കഴിഞ്ഞിട്ട് 1:35 ക്ലാസ് തീരും. പിന്നെ 3 മണി മുതൽ 5 മണി വരെ കോ കരിക്കുലർ ആക്ടിവിറ്റീസാണ്. അതിൽ ക്ലാസിക്കൽ നൃത്തമുണ്ട്, ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, കരാട്ടെ ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ലിറ്റററി വർക്ക്സ് ഉണ്ട്, പിന്നെ ചിത്രരചനയുണ്ട്, കൃഷിയുണ്ട്. കൃഷിയാണ് പ്രധാനമായിട്ടും. അപ്പോൾ അവിടെ ഒരു ജൈവ കൃഷി സമ്പ്രദായമാണ് പുലർത്തി വരുന്നത്. 10.5 ഏക്കറാണ് ഞങ്ങളുടെ ക്യാമ്പസ്. 10.5 ഏക്കർ ഭൂമിയിൽ ഒരുവിധം കേരളത്തിലുള്ള എല്ലാ ഫലവൃക്ഷങ്ങളുണ്ട്. ബാക്കിയുള്ള ഭൂമിയിൽ കുട്ടികളും അവിടുത്തെ സ്റ്റാഫുണ്ട്, അധ്യാപകരൊക്കെ ചേർന്ന് കൃഷി ചെയ്യുന്നു. ആ വിഭവങ്ങളാണ് മുഖ്യമായിട്ടും ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് സഹൃദയിലെ എല്ലാ കൂട്ടുകാരെയും ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് ക്ഷണിക്കുകയാണ്. സമയം പോലെ നിങ്ങൾ ക്യാമ്പസ് കാണാനായിട്ട് വരിക. നിങ്ങൾക്ക് നല്ലൊരു പഠന പ്രവർത്തനമായിട്ട് മാറും. അത് ഒരു പഠനയാത്രയുടെ ഭാഗമായിട്ട് വയ്ക്കാം. ഇന്ന് നമ്മുടെ ഈ കുട്ടികളെ, ഈ സമുദായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായി ഭാഷയുണ്ട്. മുതുവർക്ക് മുതുവർ ഭാഷയുണ്ട്, പണിയർ ഭാഷയുണ്ട്, ഇരുള ഭാഷയുണ്ട്. അത് വളരെ മാധുര്യമേറിയ വാമൊഴി ഭാഷയാണ്. അതിന് ലിപിയില്ല, പരമ്പരാഗതമായിട്ട് തലമുറയായിട്ട് കൈമാറി കിട്ടുന്ന ഭാഷയാണ്. അപ്പം നമ്മുടെ കുട്ടികൾ ഒരു ഗോത്രഭാഷയിലൊരു സ്കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, നമുക്കത് കാണാം. പിന്നെ സ്വന്തമായി ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, പ്രകൃതിയോടിണങ്ങിയ വിശ്വാസങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ കലാരൂപങ്ങളുണ്ട്. നമ്മുടെ നഞ്ചിമ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പാട്ട് പഠിക്കണ്ട, ജന്മനാ പാട്ട് കിട്ടും, ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം പാട്ടാണ്. പ്ലാവിൻ്റെ ഇലയനങ്ങുന്നത് ഒരു പാട്ടാണ്, അരയാലിൻ്റെ ഇലയനങ്ങുന്നതിന് വേറെ പാട്ടാണ്, അരുവി ഒഴുകുമ്പം വേറെ പാട്ടാണ്. അങ്ങനെ പാട്ടും നൃത്തമൊക്കെ ഇവരുടെ രക്തത്തിലുണ്ട്. അതുകൊണ്ട് നാടൻ പാട്ടുകൾ കേട്ടാൽ മാത്രമല്ല, ഇപ്പം ആധുനിക കാലഘട്ടത്തിൽ ഏത് ഹിറ്റ് ഗാനം കേട്ടാലും അവർക്ക് ആ താളത്തിനൊത്ത് ചുവട് വയ്ക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാറില്ല. അങ്ങനെ കാടിനുള്ളിൽ അവരുടെ സംസ്കാരവും അവരുടെ തൊഴിലുമായിട്ട് കഴിയുന്ന ഒരു വിഭാഗത്തിന് നമ്മുടെ പൊതുസമൂഹവുമായി ഇടപെടാനുള്ള ഒരു മാധ്യമമായിട്ടാണ് MRS സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിൽ 22 MRS സ്കൂളുകളാണ് നിലവിലുള്ളത്. അതിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ 60% കുട്ടികൾക്കാണ് ST വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ കിട്ടുക. അത് സ്കൂളിലാണെങ്കിൽ, ഹൈസ്കൂളാണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും. അതിൽ ബാക്കിയുള്ള 30% SC വിഭാഗവും 10% ജനറൽ വിഭാഗവുമാണ്. അപ്പോൾ ഈ വർഷം മുതൽ ഈ 60 എന്നുള്ളത് 70% STക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവായിട്ട് ഞങ്ങൾക്ക് MRSനെ കുറിച്ചും ഗോത്രവിഭാഗത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇനി ഇവിടെ നിന്ന് പഠിച്ചുപോയ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ധാരാളം പേര് ഡോക്ടേഴ്സായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, IT മേഖലയിലുണ്ട്, നഴ്സിംഗ് ഉണ്ട്, സ്വയം സംരംഭകരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വയ്ക്കാറുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ഡേറ്റ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ ഈ കലാവിരുന്ന് ആസ്വദിക്കുന്നതിനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിച്ച സ്കൂൾ പ്രിൻസിപ്പൽ, മറ്റ് അധ്യാപകർ, അനധ്യാപകർ,
എല്ലാ കുട്ടികൾ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി പറയുന്നു. നമുക്ക് അവരുടെ കലാപരിപാടികൾ ഓരോന്നായിട്ട് ആസ്വദിക്കാം. ഗോത്രവർഗ സംസ്കാരത്തെക്കുറിച്ച്, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനെ കുറിച്ച്, അവരുടെ ജീവിത രീതികളെക്കുറിച്ച്, കലയെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ചിത്രം നൽകിയ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിൻസിപ്പൽ ജോയ് സാർ, കരുണ മാം വൈസ് പ്രിൻസിപ്പൽ, കമ്മിറ്റി അംഗങ്ങൾ ജയകുമാർ സാർ, ഷിജി മിസ്, ഇവിടെ എത്തിച്ചേർന്ന രമണി ടീച്ചറും പ്രിയപ്പെട്ട കുട്ടികളും, അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നമസ്കാരം. ടീച്ചർ ഒരു നല്ലൊരു വിവരണം നൽകിയിരുന്നു നമ്മുടെ ജൻജാതീയ ഗൗരവ് ദിവസ് എന്താണെന്ന്. അത് എല്ലാവരും പറഞ്ഞു. ഒരു മുണ്ട സമുദായത്തിൽപ്പെട്ട ഒരു ഫ്രീഡം ഫൈറ്റർ. നിങ്ങൾക്ക് രസകരമായിട്ടൊക്കെ തോന്നാം, വളരെ കുറച്ച് കാലമേ ജീവിച്ചിരുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ജോയ് സാറ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം 150-ാം ജന്മദിനമാണ്. അത് നവംബർ 15-ആണ്. ഇത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നമ്മളെല്ലാ കോളേജുകളിലും ഇത് നടത്തുന്നത്. അപ്പം അത് ഇത്തിരിയെങ്കിലും ഗൗരവത്തോടെ കാണുക. പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഭഗവാൻ ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥം ജൻജാതീയ ഗൗരവ് ദിവസ് ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച നമ്മുടെ എല്ലാമായ ഡേവിസ് അച്ഛന് ഞാൻ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ ആദ്യ ആലോചന മുതൽ ഞങ്ങളുടെ കൂടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പൽ സാർ കൂടെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സാറിനും ഞാൻ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന രമണി ടീച്ചർക്കും മറ്റ് അധ്യാപകർക്കും അതുപോലെ അവരുടെ കൂടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ഓരോ കുഞ്ഞനിയത്തിമാർക്കും ഞാൻ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ കരുണ മാം, അത് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വളരെ ശ്രദ്ധാപൂർവം ആദ്യം തൊട്ട് ഓരോ കാര്യങ്ങളും ഓരോ നിർദ്ദേശങ്ങളും നൽകി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കരുണ മാമിന് നന്ദി പറയുന്നു. പ്രോഗ്രാമിന് ശക്തമായ പിന്തുണയോടെ കൂടെയുള്ള നമ്മുടെ ഫിനാൻസ് ഓഫീസർ ആൻഡ്രു അച്ഛന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ ചടങ്ങ് വിജയകരമായി പൂർത്തീകരിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങളായ ഷിജി മിസ്, ജയകുമാർ സാറ്, പിന്നെ മറ്റ് അധ്യാപകർ, അതുപോലെ മറ്റ് കൂടെ ഉണ്ടായിരുന്ന NSS വോളണ്ടിയേഴ്സായ കുട്ടികൾ, എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അവസാനിപ്പിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങൾ കുട്ടികളെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ കുഞ്ഞനിയത്തിമാർ അവർ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങൾ അത് വളരെ അവരുടെ ഒരു ഗോത്ര തലമുറയുടെ ഒരു ജീവിതം തന്നെയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക, അവരെ ശരിക്കും അനുമോദിക്കുക, നിറ കയ്യോടിയോടുകൂടി തന്നെ ശരിക്കും അനുമോദിക്കുക. നന്ദി, നമസ്കാരം. ഔപചാരികമായ மத்தாப்பு கொண்டையிலே மானே அங்கே மணக்குதாடி மல்லிகை பூத்தேனே லாலே 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 ஆதில்லே லே 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 லேலோ லேலோ தில்லே லே 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 லேலோ தில்லே லே 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 லேலோ லேலோ தில்லே லே 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 லேலோ ஆகாரே மடே சந்தையில மானே உனக்கு கடலுருண்டை வாங்கி தந்தே தேனே கரமுட சந்தையில மானே உனக்கு கடலுருண்டை வாங்கி தரே தேனே லாலே 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 லே 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 லேலோ லேலோ லே 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 லேலோ லே 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 லேலோ லேலோ லே 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 லேலோ தாவாள சந்தையில மானே உனக்கு தாளம்பூ வாங்கி தரே தேனே தாவாள சந்தையில மானே உனக்கு தாளம்பூ வாங்கி தரே தேனே லாலே 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 தில்லே லே 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 லேலோ லேலோ தில்லே லே 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 லேலோ தில்லே லே 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 லேலோ லேலோ தில்லே லே 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 லேலோ கணக்கே
கறி மடை காணே அதை பார்க்க போனா மீனம் காணே கணக்கு போனா கறி மடை காணே அதை பார்க்க போனா மீனம் காணே லாலே 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 லே 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 லோ லேலோ லே 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 லோ லே 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 லோ லேலோ லே 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 லோ மகே பனா சவல மடை காணே அதே பாகா பனா மதே மகானே மகே பனா சவல மடை காணே அதே பாகா பனா மதே மகானே லாலே 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 லே 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 லோ லேலோ லே 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 லோ லே 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 லோ லேலோ லே 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 லோ மகே பனா ஒழுங்க மடை காணே அதை பார்க்க போனா மீனம் காணே மகே பனா ஒழுங்க மடை காணே அதை பார்க்க போனா மீனம் காணே லாலே 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 லே 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 லோ லேலோ லே 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 லோ லே 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 லோ லேலோ லே 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 லோ ಅದಕ್ಕೆ ಬನ ಬಲ್ಲೆ ಮಡೆ ಕಾಣೆ ಅದೇ ಪಕ ಬನ ಮದೆ ಕಾಣೆ ಅದಕ್ಕೆ ಬನ ಬಲ್ಲೆ ಮಡೆ ಕಾಣೆ ಅದೇ ಪಕ ಬನ ಮದೆ ಕಾಣೆ ಲಾಲೆ 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 ಲೇ 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 ಲೋ ಲೇಲೋ ಲೇ 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 ಲೋ ಲೇ 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 ಲೋ ಲೇಲೋ ಲೇ 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 ಲೋ ತನಿಗೆ ಪನ ತಿರುಗನೆ ಕಾಣೆ ಅದೇ ಪಾಕ ಪನ ಬೆಲ್ಲ ಮತ್ತೆ ಕಾಣೆ ತನಿಗೆ ಪನ ತಿರುಗನೆ ಕಾಣೆ ಅದೇ ಪಾಕ ಪನ ಬೆಲ್ಲ ಮತ್ತೆ ಕಾಣೆ ಲಾಲೆ 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 ಲೇ 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 ಲೋ ಲೇಲೋ ಲೇ 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 ಲೋ ಲೇ 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 ಲೋ ಲೇ 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 ಲೋ ಮತ್ತಾಪು ಕೊಂಡಗಿಲೆ ಮಾನೆ ಅಂಗೆ ಮನಕರಡಿ ಮಲ್ಲಿಗೆ ಪೋತೇನೆ ಮತ್ತಾಪು ಕೊಂಡಗಿಲೆ ಮಾನೆ ಅಂಗೆ ಮನಕರಡಿ ಮಲ್ಲಿಗೆ ಪೋತೇನೆ ಲಾಲೆ 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 ಲೇ 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 ಲೋ ಲೇಲೋ ಲೇ 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 ಲೋ ಲೇ 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 ಲೋ ಲೇಲೋ ಲೇ 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 ಲೋ ಲಾಲೆ 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 ಲೇ 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 ಲೋ ಲೇಲೋ ಲೇ 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 ಲೋ ಲೇ 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 ಲೋ ಲೇಲೋ ಲೇ 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 ಲೋ 7 ദിവസം വൃദ്ധമെടുത്ത് ആൺപെൺ വേഷങ്ങളിൽ നിറം ചാലിച്ച് ശ്രീ മഹാവിഷ്ണുവിടെ കിരീടത്തിന് സമാനമായി മുളകിരീടം തലയിൽ അണിഞ്ഞ് ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഈ കലാരൂപത്തിലെ പാട്ടാണ് ഞാനിന്നിവിടെ പാടാൻ പോകുന്നത്. സോബന്ദിര സോബാനാമന്ദിര സോബന്ദിര സോബാ
ಮಂದಿರ ಹುಟ್ಟುದನ ಗಾಳಿ ದಿನ ಕೇಟುವಲೋಣ ನಾರಿ ನಾಮಡಲಿ ಜೇಡಿ ಸೋ ಬಂದಿರ ಸೋಬಾ ನಾ ಮಂದಿರ ಕೈಪಗ 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 ಸ್ವಾಮಿ ದೇವರ ಮುಂದೋ ಗೋಧಿ ಮುಂದೋ ಕೈಪಗ 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 ಸ್ವಾಮಿ ದೇವರ ಮುಂದೋ ಗೋಧಿ ಮುಂದೋ ದೇವ ಸಂಭ್ರ ಗುರುಗಾಲ ದೇವರ ಮುಂದೋ ಗೋಧಿ ಮುಂದೋ ಕೈಪಗ 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 ಸ್ವಾಮಿ ದೇವರ ಮುಂದೋ ಗೋಧಿ ಮುಂದೋ ದೇವ ಸಂಭ್ರ ಗುರುಗಾಲ ದೇವರ ಮುಂದೋ ಗೋಧಿ ಮುಂದೋ ಒಂದರ ಸಿರುಪಣಿಸಿ ತಲಡಿಕೊಂಡ ತಲಡಿತೆ ಗೋಳಿಕೊಡಮ್ಮ ದಾರ ಸಂಖ್ಯೆ ದಡಿಗೋಳಾಣಿವ ದಡಿಗೋಳೋ ದಡಿಗೋಳಾಣಿವ ದಾರದೆ ಮುಟ್ಟುಳ ಸಿಪ್ಪಣಿಸಿ ತಲಡಿಕೊಂಡ ತಲಡಿತೆ ಗೋಳಿಕೊಡಮ್ಮ ದಾರ ಸಂಖ್ಯೆ ದಡಿಗೋಳಾಣಿವ ದಡಿಗೋಳೋ ದಡಿಗೋಳಾಣಿವ ದಾರದೇವಿ ತುಕುಮಾರ ಯಾರಿರೋ ತುಕುಮಲ ರಂಗಾನಾರ ಯಾರಿರೋ ತುಕುಮಾರ ಯಾರಿರೋ ತುಕುಮಲ ರಂಗಾನಾರ ಯಾರಿರೋ ಒಲ ತುಕು ತುಕು ವಚ್ಚ ಕಣ್ಣಿ ತುಕುಮಲ ರಂಗಾನಾರ ಯಾರಿರೋ ಒಲ ತುಕು ತುಕು ವಚ್ಚ ಕಣ್ಣಿ ತುಕುಮಲ ರಂಗಾನಾರ ಯಾರಿರೋ ಒಲ ಬಾಬುನ ತೋಟ ಕಲ್ಲಿ ತುಕುಮಲ ರಂಗಾನಾರ ಯಾರಿರೋ ಒಲಗಬ್ಬಿನ ತೋಟ ಕಲ್ಲಿ ತುಕುಮಲ ರಂಗಾನಾರ ಯಾರಿರೋ ತಾನೆ ತನೂನೆ ತಂದು ನಾನೇ ತಾನೆ ತನೂನೆ ತಂದು ನಾನೇ ತಾನೆ ತನೂನೆ ತಂದು ನಾನೇ ತಾನೆ ತನೂನೆ ತಂದು ನಾನೇ ಕಾವೇರಿ ಒಳದಲ್ಲಿ ಒಳ ಕಾವೇರಿ ಒಳವವುಲ ಒಂದೊಂದು ಒಂದೊಂದು ನನದೊಂದು ಒಲ ನಂದು ನಾನ ಆಗಬಲವಳ್ಳಂದೋ ಅವಳಾಗಬಲವಳ್ಳಂದೋ ನಾಗಬಲವಳ್ಳಂದೋ ದೇವ ಬಲವಳ್ಳಂದೋ ಇಚಿ ಕಿಚಿಯೇ ಬಾಲಗಿಯಮ್ಮ ಬಾಲಗಿ ಬಾಸಾಲೆ ಬಾಲಗಿಯಮ್ಮ ಇಚಿ ಕಿಚಿಯೇ ಬಾಲಗಿಯಮ್ಮ ಬಾಲಗಿ ಬಾಸಾಲೆ ಬಾಲಗಿಯಮ್ಮ. ಥ್ಯಾಂಕ್ ಯು.
കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പണിയർ വിഭാഗത്തിലെ വട്ടക്കളിക്ക് പിന്നണിയായി പാടി വരുന്ന ഒരു തനത് നാടൻ പാട്ടാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഹിയാ ഹിയാ ഹോയ്, ഹിയാ ഹിയാ ഹോയ്, ഹിയാ ഹിയാ ഹോയ്, ഹിയാ ഹിയാ ഹോയ്. ഹോയ് ഹോയ് വാത്തമാ വാത്തമാ തിമിയോ തിമി വാത്തമാ 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 പൊട്ട് കണ്ണി പൂങ്കുരുത്തി തിമിയോ തിമി വാത്തമാ തീയാട് വൂട് കാഞ്ചനി എങ്ക് മുമ്പില് വാത്തമാ കൊയ്യക്ക് കൊയ്യക്ക് കൊടുത്ത വാത്തേണി എങ്ക് മുമ്പില് വാത്തമാ ഞണ്ടുക്ക് കൊയ്യക്ക് കൊടുത്ത വാത്തേണി എങ്ക് മുമ്പില് വാത്തമാ പൊട്ട് കണ്ണി പൂങ്കുരുത്തി തിമിയോ തിമി വാത്തമാ തീയാട് വൂട് കാഞ്ചനി എങ്ക് മുമ്പില് വാത്തമാ ഞണ്ടുക്ക് കൊയ്യക്ക് കൊടുത്ത വാത്തേണി എങ്ക് മുമ്പില് വാത്തമാ ഞണ്ടുക്ക് കൊയ്യക്ക് കൊടുത്ത വാത്തേണി എങ്ക് മുമ്പില് വാത്തമാ 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 തിമിയോ തിമി 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 വാത്തമാ അപ്പക്ക് വെച്ച കഞ്ഞിന്റെ വെള്ളം കാലപ്പിരാന്തി കുടിച്ചിട്ട് പോയോളൂ അപ്പക്ക് വെച്ച കഞ്ഞിന്റെ വെള്ളം കാലപ്പിരാന്തത്തി കുടിച്ചണ്ട് പോയോളൂ കുത്തി നട്ടിച്ച് കാലായേ ആരാ നട്ടിച്ച് കാലായേ 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 ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് കണ്ട കണ്ട കരിമൂപ്പ മൂപ്പന്റെ പെങ്ങടെ സങ്കടം സെൽവൂടൂ കണ്ട കണ്ട കരിമൂപ്പ മൂപ്പടെ പെങ്ങടെ സങ്കടം സെൽവൂടൂ സെൽവുടുക്കാവോ നേരം പഞ്ച നേരത്തി തപ്പിയ പെണ്ണും പെണ്ണു മുടിപ്പാതാവോ കോയിനെ തപ്പിയ ദേവര് കോയിനത്തിന്റെ തിണ്ടിയിലോ വച്ച കച്ച പോയാലോ ദേവര് തിണ്ടിയിലോ വച്ച കച്ച പോയാലോ പൗത്ത നാരങ്ങ പറിക്കാൻ പോയപ്പോ വെളിച്ച പാമ്പ് കടിക്കണ് പൗത്ത നാരങ്ങ പറിക്കാൻ പോയപ്പോ വെളിച്ച പാമ്പ് കടിക്കണ് കുത്തി നട്ടിച്ച് കാലായേ ആരാ നട്ടിച്ച് കാലായേ കുത്തി നട്ടിച്ച് കാലായേ ആരാ നട്ടിച്ച് കാലായേ വാത്തമാ വാത്തമാ തിമിയോ തിമി വാത്തമാ 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 പൊട്ട് കണ്ണി പൂങ്കുരുത്തി തിമിയോ തിമി വാത്തമാ തീയാട് വൂട് കാഞ്ചനി എങ്ക് മുമ്പില് വാത്തമാ ഞണ്ടുക്ക് കൊയ്യക്ക് കൊടുത്ത വാത്തേണി എങ്ക് മുമ്പില് വാത്തമാ ഞണ്ടുക്ക് കൊയ്യക്ക് കൊടുത്ത വാത്തേണി എങ്ക് മുമ്പില് വാത്തമാ ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ്. താങ്ക് യു. இந்த பொல்லாத உலகத்திலே என்னை படைத்தாள் இறைவா வலி தாங்காமல் கதரும் கதரை உனக்கே கேட்கவில்லையா இந்த பொல்லாத உலகத்திலே என்னை படைத்தாள் இறைவா வலி தாங்காமல் கதரும் கதரை உனக்கு கேட்கவில்லையா வாடி வடகும்
காப்பாற்ற வழியில்லையோ இந்த பொல்லாத உலகத்திலே ஏன் என்னை படைத்தாள் இறைவா வலி தாங்காமல் கதரும் கதறல் உனக்கே கேட்கவில்லையா 8 திக்கோடும் இருப்பவன் நீ எங்கு போய் தொலைந்தாள் இறைவா உன்னை பார்க்காமல் தொலைந்த நிமிடங்கள் என்றும் தேடவில்லையா உன்னன் மனதில் தோன்றி அழைத்தால் நியாயமா கோடி விளக்கை ஏற்றி நீ ஊதி அணைத்தால் நியாயமா கண்ணீரே வலித்துணை நின்றேனே இது விதியா எல்லாமே கிடைத்தவன் நீ காப்பாற்ற வழியில்லையா தேங்க்யூ ഞാൻ സ്കൂൾക്ക് പോയി പേരെ കേട്ടേനാ പോയി വാ മാമോയ് ഞാൻ സ്കൂൾക്ക് പോയി പഠിത്തു വരെ നന്നായി പോയി പാടി ആങ്ക് ഭണ്ടാറുകാർ ഭണ്ടാർ തറ മുട്ടായി സാമാനുണ്ട് പാൻ തിന്നാതെ ശരി മാമ നന്നായി പോയി വരെ എല്ലാരും പ്രസന്റ് അല്ലേ ഇന്ന് അറ്റൻഡൻസ് എടുക്കാണേ അമൃത അശോകൻ അനന്യ VS ആദിത്യ മല്ലി എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ആ പറയുന്നൊന്നും പേപ്പറിൽ കാണുന്നില്ലല്ലോ പേര് വിളിക്കുന്നവർ വരണേ എക്സാം നോക്കിയിട്ടുണ്ട് അമൃത മോള് പരീക്ഷ നന്നായി എഴുതിയായിരുന്നോ പഠിച്ചതിന് നല്ല ഉറപ്പുണ്ടാ 50-ൽ 30 ഉണ്ട് 50-ൽ മുട്ട ഇനി പഠിക്കണം കേട്ടാ തന്റെ വീട്ടുകാരൊക്കെ എന്തിനെന്താ പറഞ്ഞേക്കുന്ന ചായ് ഇതാ പോകുമ്പോ നോക്കണം കേട്ടാ മുട്ട നിലത്ത് വീണ് പൊട്ടും ആദിത്യ വരുന്ന കണ്ടത്തൊന്നും എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇത് 1.5 മാർക്കേ ഇല്ല തനിക്കല്ലോ എന്താ എഴുതി വെച്ചത് ക്വസ്റ്റ്യനെ ഞാൻ മാർക്ക് ഇട്ടിട്ടാ നിങ്ങൾ വന്നിട്ട് പഠിക്കാൻ നോക്ക് പാസ്സാകണ്ട അല്ലെങ്കിൽ ഈടെ ഇരിക്കും തോറ്റിട്ട് മല്ലി വെരി ഗുഡ് എല്ലാരും മാർക്കൊന്ന് പറയണേ പേര് വിളിക്കുന്നവര് അമൃത അശോകൻ അനന്യ പറയണ്ട എനിക്കറിയാം അവിടെ ഇരുന്നോ ആദിത്യ 1.5 മല്ലി 50-ൽ 50 മല്ലിയാണ് ഞങ്ങളുടെ ക്ലാസ് ടോപ്പർ ഇവിടെ കണ്ട് പഠിച്ചു കേട്ടോ 50-ൽ 50 ഉണ്ടാവത്ത് ഇതിനാക്കാ വരുന്നത് പഠിക്കാൻ കൺഗ്രാറ്റുലേഷൻ മല്ലി താങ്ക് യു ടീച്ചർ ഇക്ക് ഇന്നലെ തന്നതൊക്കെ പഠിച്ചിനോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്താണ് ഫൈലം പോറിഫറ അനന്യ
അറിയോ? ഇന്നലെ നോക്കീനാ? അവരോട് ചോദിക്കണ്ട, അവക്കറിയില്ല. നിനക്കറിയോ? ദാരിദ്ര്യം. അവിടെ ഇരുന്നാ നീ പറയ്. എന്താ? ഒന്നുകൂടെ പറ. ആ, ആൻസർ ശരി തന്നെ. അവിടെ ഇരുന്നോ. ഇന്നലെ എടുത്തോ, ഒന്ന് വായിച്ചു നോക്കിക്കോട്ടാ. മല്ലി, നിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. പൊക്കോ, പഠിക്കടി. ഞാൻ ഇപ്പൊ വരാ, നിങ്ങൾ പഠിക്കട്ടാ. ഇതെന്റെ അമ്മാവനാ ടീച്ചർ. എന്തിനാ വന്നേ? ഇവളെ വീട്ടിലേക്ക് ഇവിടെ നന്നായി പഠിക്കുന്നുണ്ട് കേട്ടോ. പരീക്ഷയിൽ നല്ല മാർക്കുണ്ട്. എന്തിനാ കൊണ്ടുവന്നേ? എമ്പിളി സീറ് ഒരു ചടങ്ങുണ്ട് എന്നാ പറയുന്നേ. വേഗം വരണം കേട്ടോ. ആ, ക്ലാസ് കളയണ്ടേ? ഞാൻ വേഗം വരാം ടീച്ചർ. ആയി. സീൻ 2, മല്ലിയുടെ വീട്. മല്ലിത് കല്യാണമാകോ? കല്യാണത്തെ ആറ് சொன்னாரு? അയാളുടെ മാമനെ വെച്ച അതാതെ சொல்றாரு കല്യാണം. ആർക്ക് കല്യാണം? മല്ലിത് കർമ്മ പോ മല്ലി അവളുടെ പേരാ. സിസിലിയാകാ നീ ഇത്രക്കാരോ? അമ്മ നന്മായിക്കണ, അച്ഛൻ നന്മായിക്കണ. നന്നായി പഠിക്കേ. ഡ്രസ് മാറുവാ. എന്താ കമ്മലാണ് വീട് കെടുത്തുണ്ടാകുക? എന്താ സ്ഥലം എടുക്കുന്നത്? പിന്നെ ഡ്രസ് മാറുവാ. അച്ഛൻ കഷ്ടം തീരെയല്ല. ഇനി മകാ കല്യാണം നന്നായി നടത്തി വിടുറോ. അത് കഴിഞ്ഞാൽ நம்ம தெளித்து வேற இறாங்கின மாதிரி இல்லைக்கெல்லாம் சொன்னலாம். இல்ல இது சொல்லுடோ. அவடுப்பு மாதிரி பேருக்கு எந்த வந்துட்டு சொல்லியா? மாப்பிள்ளைக்காரர் பணக்கார சொல்லுறாரு. ஒட்டன் கட்டிச்சு விடு. நல்ல காசு இருக்கா கொடு. அப்ப நம்ம மகா போய் நல்லவா ஜீவிப்பா. ஈழி பட்டானோ தீரியா? இல்ல நல்லவர் நல்ல பிள்ளைங்கெல்லாம் சொல்றாரு. நம்ம மகன் நான் கல்யாணம் கிடைச்சுக்கிறதுக்கு சூப்பர் தான் இருக்கலாம். மல்லி இப்பா നിനക്കൊരു കാര്യത്തില്ല അടുക്ക വല്ലി. നിനക്ക് സമ്മതം എടുക്കാണ്ട് എനക്ക് തരിയാ? എന്താ അത്? മാമ നിനക്കൊരു കല്യാണം ആലോചന വെച്ചിരിക്ക. കല്യാണല്ല പേടാ. പാട്ടിക്കൂടെ പാട്ടിത്തിരുന്നാലും മതി കല്യാണം. അത് സമ്മതം ആവും. എനക്ക് പറ്റ മാട്ടേനെ പാട്ടിക്കൂടെ കല്യാണം പേടാ. അച്ഛന് പഠിപ്പല്ലേ നീ നിർത്തിനാ മതി. നീ കല്യാണം നീ നമ്മ മാപ്പിളോടെ എല്ലാം സമ്മതം കേട്ട് തീർന്നത്. ഇനി സമ്മതിച്ചേ തീരുടോ.
എന്ത് മാമ നീ ചൊല്ലുന്നേ എന്നാ കല്യാണം വേണ്ട ചൊല്ലു നീ എന്നാ കൊറ്റമാട്ട ഞാൻ നോണ്ട മാപ്പിളേനെ നീ കെട്ടിടോ ഇല്ല ഞാൻ കെട്ട മാട്ടേനെ ഞാൻ നോണ്ട മാപ്പിളെ നല്ല മാപ്പിളെ നീ അതിനാ നോടി കെട്ടാതെ കെട്ട് ഇല്ല ഞാൻ കല്യാണം വേണം കെട്ട മാട്ടേ നീ കെട്ടേ നമ്മ തലമുറ നീ ഇത് കെട്ടേ ചൊല്ലിക്കാരില്ലേ ഇല്ല ഞാൻ കല്യാണം വേണം കല്യാണം വേണം അവൻ തകർന്ന മക്കളില്ല ചെയ്യും കല്യാണം വേണം ചേച്ചി എന്നോട് വീട് കരാറ് എന്താ എന്നെ പാടിക്കൊടു കൊടുത്ത് വലിയ IAS അവിടെ என்ன ஆഗ്രഹம் இவர் என்ன கெடுத்து விடுறாரு இவருக்கு அம்மாளுக்கு சொல்றாரு சரி நீ கட்டியதில்லாதே படிப்பு நல்ல நிலைக்கு நாட்காரர்களை காட்டிக்கொடு ஒரு உயரத்திற்கு சரி ചേച്ചി എമ്മാവ് പഠിക്കാത്തത് പഠിക്കപ്പെടാതെ കല്യാണം ഇപ്പൊ എമ്മാ മിച്ചായിരിക്കാതെ അതായത് നിന്ന ചെയ്താൽ നീ തെളിയിക്കാൻ ഓടാതെ പഠിക്കോ നല്ല നിലയ്ക്ക് എല്ലാവരും മുന്നോട്ട് കാട്ടിക്കൊള്ളു ശരി ചേച്ചി സീൻ 3 മല്ലി ഉറങ്ങുന്നു. മല്ലി, നിന്റെ ടീച്ചറാണ് വിളിക്കുന്നത്. നമുക്ക് പഠിക്കണ്ടേ മോളെ? വേഗം തിരിച്ചു വരൂ. മല്ലി തിരിച്ചു വാ, നമുക്ക് പഠിക്കണ്ടേ. മല്ലി മല്ലി എനിക്ക് കല്യാണം വേണം. പഠിക്കൊടു പഠിച്ച് വലിയ ആയോടോ കല്യാണം വേണ്ട കല്യാണം വേണ്ട. മല്ലി 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 മല്ലി, ഞാൻ അവിടെ സ്കൂളിലെ ടീച്ചറാണേ. അയ്യോ ടീച്ചറോ? എന്താ ടീച്ചർ കാര്യം? അവളെന്താ ഇത്ര ദിവസമായി സ്കൂളിൽ വരാത്തത്? അത് ടീച്ചറെ അവർക്ക് ഒരു കല്യാണാലോചന. കല്യാണാലോചനയോ? ചെറിയ കുട്ടിക്കോ? ടീച്ചർ ഞങ്ങളുടെ ആചാരം എങ്ങനെയാണ്? ആചാരൊക്കെ നിന്നമ്മ ഇപ്പോഴാണ് കല്യാണം കഴിപ്പിച്ചു വിടുന്നത്. അവക്ക് പഠിക്കണ്ടേ? അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ആചാരം പോലെ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. അവളെവിടെ? മല്ലി മല്ലി എമ്മാണ് ബെസ്റ്റ്. എമ്മ ആചാരം ബെസ്റ്റ്. എമ്മ നടക്കുന്നത് ടീച്ചർ പട്ടനോട് പോയി എമ്മ പട്ടൻ വരുന്നത്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അവൾ ഞങ്ങളുടെയും കൂടി കുട്ടിയാണ്. അവൾക്ക് പഠിക്കണം, വലിയൊരു IAS ആവണം. അത് എമ്മക്ക് പറ്റാൻ മാട്ട. എമ്മന്റെ ബെസ്റ്റ് വേറെ നടാൻ തൊട്ടു. എമ്മ അച്ഛനോ പാട്ടല്ലോ എല്ലാവരും ഇതേ ബസ് വന്നാലും അതേ ബസ് എമ്മ മക്ക നമുക്ക് അച്ഛത്ത് പോടോ. നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ ആയിന്ന് വെച്ച് കൊച്ചിന് പഠിക്കണ്ടേ? അവളുടെ ആഗ്രഹമല്ലേ അത്? അതേ മാക്ക് തരിക. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എമ്മക്ക് പറ്റാൻ മാട്ട. അത് എമ്മ പിള്ളേനെ കൊണ്ട് എമ്മത്തെ എല്ലാ തീരുമാനം എടുക്കുകയറ്. അതൊന്നും പറ്റത്തില്ല. ഞങ്ങൾ അവളെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൊണ്ടുപോകും. പറ്റാൻ മാട്ടാന്ന് சொன்ன എമ്മ പറ്റാൻ മാട്ട. എമ്മാണ് ബെസ്റ്റ്. എം പിള്ളേർ നടാൻ പോടും. നടക്കത്തില്ല. ഞങ്ങൾ കൊണ്ടുപോവാ. വേടാ ഇനി വലിയ പിള്ളേരാണ് കുതിരെ പറ്റ എമ്മ എന്താ ചെയ്യാ? കല്യാണം കെട്ടിത്തപ്പെട്ടോ? അതിനാണോ നിങ്ങൾ ഇത്രയും ദിവസം ഇവളെ പഠിപ്പിച്ചത്? ആണോ? ഇത്രയും ദിവസം ഇവളെ കാശ് കൊടുത്ത് പഠിപ്പിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആ സമയമാകുമ്പോ കല്യാണം കഴിക്കാനോ? നടക്കില്ല അത്. അത് എമ്മക്ക് ചൊല്ലിക്കാരല്ലേ. ഈ വലിയ പിള്ളേനെ എമ്മ എന്തൊക്കെ ഈ വീട് പറ്റി ഇച്ഛനെ നോಡ್ರೋ. ഇനി ഇയാൾ വലിയ പിള്ളേനാക്കി എമ്മ ഇനി കെട്ടിച്ചേന് വിടുറോ? കല്യാണം കഴിക്കാനോ? പഠിച്ച് വലിയൊരു ഉദ്യോഗസ്ഥൻ നേടി നിങ്ങളെ നോക്കാനുള്ള കുട്ടിയാണ് അവള്. അവളെയാണോ നിങ്ങളിപ്പോ കല്യാണം കഴിച്ചു വിടാൻ പോകുന്നത്? ഞങ്ങളിപ്പോ അവളെ കൊണ്ടുപോവാണ്. വാ മല്ലി, നമുക്ക് പോവാ. നിങ്ങൾ എന്തോ പറ്റാൻ മാട്ട. വാ പോവാ മല്ലി, വാ. എന്റെ മക പഠിപ്പുകാര
நீ அதுக்கு இடப்பட வேடா. நீ എന്ത് சொல்ற? ഈ പിള്ളേനെ ഞാനത് യാർ തപ്പ സത്ത് എത്തിൻ ദിവസാറ്റ് ഞാൻ ഇരുന്ന വരയിൽ മകർക്കിട നിനക്ക് ഒരു നിർബന്ധമില്ലേ? എന്നാ പറ്റ മാട്ടേ ഞാൻ ഉടനെ മാപ്പിളേനെ നീ കെട്ടറേ ഇല്ല. അവിടെ സമ്മതിക്കില്ല. ഞങ്ങൾ തന്നെ കൂട്ടിക്കൊണ്ടു പോകും. പറ്റ മാട്ട എന്റെ മക പഠിത്ത് ഇവിടുത്തെ എല്ലാ മക്കൾക്കാണ് കാട്ടി നല്ലൊരു ജോലി എത്തി എമ്മ എല്ലാവർക്കും കാട്ടി കൊടുക്കാറ്. ഇത് പറ്റ മാട്ട ഈ മകളെ യാർ തപ്പ സത്ത് എന്നാണ് സത്യത്തിൽ വർഷങ്ങളായിട്ട് പറ്റ മാട്ട ഇതേ വർഷം നമ്മ പിള്ളേ കാമിച്ച പോടോ പഠിക്കൊടുങ്ങോ അമ്മേനോട് പഠിക്കും. ഞാൻ നല്ല മാപ്പിളെല്ലാം കെട്ടിക്കാറ് ഞാൻ ഓടിക്കാറ്. അതേ പക്ഷേ നീ നന്നാക്കി മാത്രം മതി. അത് പറ്റ മാട്ട മാമ ഇവ പഠിക്കണ ഇപ്പത്തെ സിന്ന പിള്ളേ അതേ എല്ലാവർക്കും ചൊല്ലോ. ഇനി യാതൊരു കുടുംബത്തെ നമ്മ എന്ത് ചെയ്യാം? ടീച്ചറിന്റെ മോളെ കൊണ്ടുപോയിക്കാം. ടീച്ചർ പോയി നല്ല ജേർണിയിൽ എത്തിച്ചിട്ട് കൊണ്ടുപോയിക്കോ ടീച്ചറെ. ഞങ്ങളുടെ ഊരിലെ ഈ അവസ്ഥ നിലനിൽക്കുന്നു. ഈ അവസ്ഥ മാറിയേ തീരൂ. എല്ലാവരും പഠിക്കട്ടെ, ഉയരങ്ങൾ എത്തിപ്പിടിക്കട്ടെ. ചാലക്കുടി MRCയിലെ പിള്ളക. ഞങ്ങൾ ചാലക്കുടി MRCയിലെ വിദ്യാർത്ഥിനികളാണ്. കേരളത്തിലെ വേറെ വേറെ ഊരുകളിൽ നിന്ന് വരെ പിള്ളകളാക്കും. കേരളത്തിലെ വിവിധ ഊരുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഇങ്ങ് താമസിച്ച് പഠിക്കുന്നവരിൽ ഭൂരിഭാഗം. ഇവിടെ താമസിച്ച് പഠിക്കുന്നവരിൽ ഭൂരിഭാഗവും. ഗോത്ര തലവനായ ബിർസ മുണ്ടയുടെ പിറന്നാളിനെ ബന്ധപ്പെട്ട് ഗോത്ര നേതാവായ ബിർസ മുണ്ടയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ജനജാതീയ ഗൗരവ് ആചാരണ പരിപാടിയിലേക്ക് എമ്മനെ ക്ഷണിക്കുകയും എമ്മത്തെ കലയെ കണ്ട് നിങ്ങൾ ആസ്വദിക്കുകയും ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങളുടെ കലകൾ കണ്ട് ആസ്വദിക്കുകയും എമ്മനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സാഹിത്യ കോളേജിലെ പ്രിൻസിപ്പാൾക്കും ബഹുമാനപ്പെട്ട സഹൃദയ കോളേജിലെ പ്രിൻസിപ്പാളിനും അധ്യാപകർക്കും അനധ്യാപകർക്കും എമ്മത്തെ MRS കുടുംബ പേരിൽ ഞാൻ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളേ. വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ചാലക്കുടി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കുട്ടികൾ വന്നിട്ട് നമ്മുടെ ട്രൈബൽസിന് വേണ്ടിയിട്ടും അവരെ എന്താ പറയുക, അവരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അവർക്ക് ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ആയിട്ട് ഒരു നമുക്കെല്ലാവർക്കും എന്താ പറയുക കൂടുതലായിട്ടുള്ള ഇൻഫർമേഷനും അതുപോലെ തന്നെ അവരെ ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അല്ല, നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പരിപാടിയാണ് ഇത്. അപ്പോൾ ഇവിടെ വന്ന് അവതരിപ്പിച്ച കുട്ടികളെല്ലാം നല്ല പെർഫെക്ഷൻ ആയിരുന്നു. അല്ല, ഇപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഡാൻസിൻ്റെ കാര്യത്തിലായാലും അപ്പോൾ അതിന് പിന്നിലുണ്ടായിരുന്ന എഫേർട്ട് അവരുടെ ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ പരിപാടി, അതായത് നമുക്ക് കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നും ഇപ്പോൾ പല ഭാഷകളായാലും അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആയാലും പലതും നമുക്ക് അറിയാത്തതും ഇനി നമ്മൾ പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിവിടെ അവതരിപ്പിച്ച സ്കൂളിനും നമ്മുടെ സഹൃദയ കോളേജിനും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടികളൊക്കെ? ഓക്കെ, ആദ്യമായി ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ഞാൻ സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം അവരിവിടെ അവതരിപ്പിച്ച ട്രൈബൽ ഡാൻസ്, ട്രൈബൽ സോങ്, നാടകം എല്ലാം അതിമനോഹരമായിരുന്നു. അതിനൊരു നല്ല കൈയടി കൊടുത്തേ. അതോടൊപ്പം അവര് എടുത്ത ആ ഒരു കോസ്റ്റ്യൂം, അവർക്കിടയിലുള്ള ഒത്തൊരുമ എല്ലാം നമ്മൾ ഇത്ര നേരം ഇവിടെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു.
അപ്പോൾ അവരതിന് പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ അവരെ അഭിനന്ദിച്ചു കൊള്ളുന്നു. അതോടൊപ്പം ഇത് കാണാൻ അവസരം ഒരുക്കി തന്ന സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ NSS യൂണിറ്റിനെ ഞാൻ സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഒരിക്കൽ കൂടി ഇവിടെ അവതരിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ വീട് വയനാടാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് 22 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അപ്പം ഇവരെ കൂടെ ചേർന്നതിൽ എനിക്കും നല്ല സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞു നാളിലൊക്കെ കുറേ കലകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ആർക്കും അറിയില്ല. അവർക്ക് ഒരു അവസരം ഉണ്ടായിരുന്നില്ല. വീടുകളിൽ ഒരു കല്യാണം അല്ലെങ്കിൽ മറ്റേ ഉത്സവം, ദൈവം കാണുന്ന പറയുക, അതിനൊക്കെ മാത്രമേ ഇത് ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്കൂൾ തലത്തിലും ഇത് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്. ഞാൻ ഗോത്രവർഗത്തിലെ ഒരു വിഭാഗം, പണിയൻ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വേറെന്താ പറയുക, എല്ലാവരും കണ്ടതിൽ സന്തോഷം. പിന്നെ അവർക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവർ വേഗം പഠിക്കുന്നുണ്ട്. എൻ്റെ ഇതിലുള്ള പണി വിഭാഗത്തിൽപ്പെട്ട പിള്ളേരല്ല എങ്കിൽ കൂടി അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അവർ ഉപയോഗിക്കുന്നത് സെറ്റുമുണ്ടാണ് ഉപയോഗിക്കാറ്. ഒരു കല്ല, മാല, പിന്നെ പണത്താലി എന്നതിനെ പറയാ. പിന്നെ ചുമന്നൊരു അഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അത് അരട്ടി എന്നാണ് പറയുക. ഇനി കൂടുതലൊന്നും പറയില്ല. നന്ദി പറയുന്നു കേട്ടോ. നൃത്തം ചെയ്ത മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഈ കലാകാരികളെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛനെയും പ്രിൻസിപ്പൽ ജോയ് സാറിനെയും ഫിനാൻസ് ഓഫീസർ ആൻഡോ വട്ടോളി അച്ഛനെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണപ്രിയ മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണപ്രിയ. ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഡാൻസ് നമ്മൾ എൻ്റർടൈൻ ചെയ്ത് ഇത്രയും നേരം നമ്മൾ എൻ്റർടൈൻ ചെയ്ത് നമ്മുടെ കുട്ടികളെ ക്ഷണിക്കുന്നു. പൗർണമി, നാടൻ പാട്ട് കലാരൂപ കാണിച്ച പൗർണമി. 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 വൈഷ്ണവി എസ്. വൈഷ്ണവി എസ്. സാന്ദ്ര മോൾ. വൃന്ദ മോൾ AC. അഞ്ജുഷ കെ. സുഹാസിനി എസ്. സാന്ദ്ര വൈ. ആദിത്യ ഷൈജു. അഭിരാമി PK. നിഷ M. വെണ്ണില M. ധനലക്ഷ്മി. റാണി ലക്ഷ്മി ബായ് PS. ജിഷ്മ രാജ്. അഭിനിധ ബാബു. വിഷ്ണുപ്രിയ V. അമൃത അശോകൻ. ദർശന രാജൻ. ആതിര സന്തോഷ്. അനന്യ VS. ദിയ കൃഷ്ണ MD.
ആര്യ CU, ഗോപിക KG, പൂജ MR, അമേയ ഉണ്ണികൃഷ്ണൻ. ടീച്ചേഴ്സിന് വേണ്ടിയുള്ള സ്നേഹോപഹാരം കൃഷ്ണപ്രിയ, ശ്രീമതി കൃഷ്ണപ്രിയ, ശ്രീമതി നിവ്യ, ശ്രീമതി ദീപ.